60,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഡീസലിൽ ഏറ്റവും ടോപ്പ് ലോഡിലൊരു മൈലേജ് കിട്ടുന്ന ഒരു ബസ്സാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡൽ ZD വണ്ടി, നല്ല മെക്കാനിക്കൽ വണ്ടി, ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് 6,25,000 ചോദിക്കണം. ചെറിയ മാറ്റം വരുത്തി കൊടുക്കുകയും ചെയ്യാം. ഒരു 5.5 വരെ ലോൺ, ഒരു 10-60 റുപ്യ വണ്ടി ഇറക്കാൻ പറ്റും. നമുക്ക് ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു കിഡിലെ ഓട്ടോമാറ്റിക് വണ്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാരുതി സുസുക്കി സെലേറിയോ ഓട്ടോമാറ്റിക് ആണ്, ലോ കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ സെലീരിയോ ഓട്ടോമാറ്റിക്, ആകെ 60 സംതിങ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി കേട്ടോ. ഓക്കെ, എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 3.25 രൂപ ചോദിക്കുന്നുണ്ട്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം പറ്റിയിട്ട് 3-3.5 റുപ്യ ലോണും ചെയ്യിപ്പിച്ചു കൊടുക്കാം. മാക്സിമം ട്രാക്കിന് ഫുൾ ഓൺ 15,000 റുപ്യ വണ്ടി ഇറക്കാം. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. വീണ്ടും നമ്മളൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്, മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്, അതും ഓട്ടോമാറ്റിക് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡല് ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഓക്കെ, നല്ല വണ്ടിയാണ്, ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. 5,65,000 റുപ്യ നമുക്ക് കമ്പനി ചിലപ്പോൾ 10-50 റുപ്യ മുടക്കല്, മാക്സിമം ലോൺ കയറും. ഓക്കെ, അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതും ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ റിയൽ ചോയ്സിലാണ്. നമ്പർ കൊടുത്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും.